അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ nth ടേമിൻ്റെ ഇക്വേഷൻ പഠിച്ചു. nth ടേം കാണാൻ ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ nth ടേം കാണാൻ എന്ന് വെച്ചാൽ an അല്ലെങ്കിൽ xn എന്ന് വിളിക്കാം. എന്ത് ചെയ്താൽ മതി? a1 എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ x1 ഫസ്റ്റ് ടേമിൻ്റെ കൂടെ n-1d ആഡ് ചെയ്താൽ മതി. നമുക്ക് മനസ്സിലായി. എന്ന് വെച്ചാൽ ഒരു 10th ടേമാണ് കാണേണ്ടതെങ്കിൽ x10 ഈക്വൽ ടു x1 പ്ലസ് n-1 എന്ന് പറയുമ്പോൾ 10th ടേം അല്ലേ കാണേണ്ടത്. അപ്പോൾ 10-1 എന്ന് വെച്ചാൽ 9d ആഡ് ചെയ്താൽ മതി. 10th ടേം കാണാൻ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 9d ആഡ് ചെയ്താൽ മതി. ഇതായിരുന്നു നമ്മൾ പഠിച്ച ഇക്വേഷന്. ഇത് വെച്ചിട്ട് എങ്ങനെ പ്രോബ്ലം ചെയ്യാൻ നോക്കാം. ഇനിയിപ്പോൾ ഫസ്റ്റ് ടേം അല്ലെങ്കിലും നമുക്ക് കാണാം. അപ്പോൾ 10th ടേം കാണാൻ നമുക്ക് തന്നത് 5th ടേമാണ് തന്നതെന്ന് കരുതാം. അപ്പോൾ 5th ടേമിൻ്റെ കൂടെ എത്ര ഡി ആഡ് ചെയ്യേണ്ടി വരും? 5th പൊസിഷൻ ആയിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇനി ഒരു 5 പൊസിഷനും കൂടെ കഴിഞ്ഞാലുള്ളൂ 10th പൊസിഷൻ ആവുള്ളൂ. അപ്പോൾ 10-5 5ഡിയും കൂടെ ആഡ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ 4th ടേമാണ് തന്നതെങ്കിലോ? 4th ടേം തന്നിട്ടുണ്ടെങ്കിൽ 10ലോട്ട് എത്തണമെങ്കിൽ 10-4 6d ആഡ് ചെയ്യേണ്ടി വരും. 6d. അപ്പോൾ എത്രയാണോ കണ്ടുപിടിക്കേണ്ടത് തന്നത് എത്രയാണോ നോക്കുക. അപ്പോൾ ആ പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് കാണാം. 10-4 6d ആഡ് ചെയ്യണം. നമുക്ക് പ്രോബ്ലം നോക്കാം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദി 25th ടേം ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ്. സീക്വൻസ് നമുക്ക് തന്നിട്ടുണ്ട് 1, 11, 21. ഇതാണ് സീക്വൻസ്. ഈ സീക്വൻസിൻ്റെ 25th ടേം 25ാമത്തെ ടേം എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ x25 അല്ലേ കാണേണ്ടത്. 25th ടേം എന്ന് പറയുമ്പം x25 കാണാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേം ഇവിടെ തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര ഡി ആഡ് ചെയ്യണം? 25 - 1 24d ആഡ് ചെയ്താൽ മതി. 24d ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഡി കണ്ടുപിടിക്കണ്ടേ? ഫസ്റ്റ് ടേം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ ടേം എത്രയാണ്? 1. അപ്പോൾ ഡി വേണം. അപ്പോൾ ഡി എങ്ങനെ കണ്ടുപിടിക്കാം? സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ മതിയല്ലോ. അപ്പോൾ എത്ര വരും? 11 - 1 ഈക്വൽ ടു 10. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടി. ഫസ്റ്റ് ടേം 1 ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ 1 പ്ലസ് 24 ഇൻറ്റു ഡി 10 ആണ്. അപ്പോൾ 24d എന്നുള്ളത് 24 × 10 എന്നാവും. അപ്പോൾ 1 എന്തിനോടാണ് ആഡ് ചെയ്യേണ്ടത്? 24d. 24 × 10 240 ഈക്വൽ ടു 241 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ 25th ടേം വരുന്നത് x25 വരുന്നത് 241 ആണ്. ഇതേപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഡിഫറൻസ് ഉള്ളത് ഫസ്റ്റ് ടേം നമുക്കറിയില്ല. 10th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 46. 10th ടേമേ നമുക്ക് തന്നിട്ടുള്ളൂ. 10ാമത്തെ ടേമേ നമുക്ക് തന്നിട്ടുള്ളൂ. അതേപോലെ 11ാമത്തെ ടേമും തന്നിട്ടുണ്ട്. 11th ടേമും തന്നിട്ടുണ്ട്. അപ്പോൾ 10ഉം 11ഉം ആണ്. 11ാമത്തെയും 10ാമത്തെയും ടേമാണ് തന്നത്. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. 11th ടേമിൽ നിന്ന് 10th ടേം കുറച്ചാൽ മതി. തൊട്ട് മുന്നേ ഉള്ള ടേം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. 11th ടേം 51 ആണ്. അതിന് തൊട്ട് മുന്നേ ഉള്ളത് 10th ടേമാണ്. 10th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 46 എന്ന് പറഞ്ഞിട്ടുണ്ട്. 10th ടേം 46 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിഫറൻസ് വരുന്നത് കോമൺ ഡിഫറൻസ് വരുന്നത് 5 ആണല്ലോ. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടി 5 ആണ്. ഡി ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടി നമുക്ക്. ഇനി നമുക്ക് ഏതാ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദി ഫസ്റ്റ് ടേം? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നമുക്ക് തന്നത് എന്തൊക്കെയാണ്? 10th ടേം തന്നിട്ടുണ്ട് അല്ലേ. 10th ടേം 46 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 10th ടേമിൽ നിന്ന് ഒരു ഡി കുറച്ചാൽ അതിന് തൊട്ട് മുന്നേ ഉള്ള 9th ടേം കിട്ടും. 9th ടേമിനോട് ഒന്ന് കൂട്ടിയിട്ടാണ് 10th കിട്ടുന്നത് അല്ലേ. അപ്പം 10th നിന്ന് ഒരു ഡി കുറച്ചാൽ 9th ടേം കിട്ടും. 2 ഡി കുറച്ചാൽ 8th ടേം കിട്ടും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫസ്റ്റ് ടേമാണ്. അപ്പോൾ x1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് തന്നിട്ടുള്ളത് 10th ടേമാണ്. അപ്പോൾ 10th ടേമിൽ നിന്ന് എത്ര ഡി കുറയ്ക്കേണ്ടി വരും? 10-1. മുന്നിലുള്ളൊരു ടേമിൽ നിന്ന് ബാക്കിലുള്ള ടേമാണ് കണ്ടുപിടിക്കാനുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ കുറയ്ക്കുന്നത്. nth ടേം മുന്നോട്ടുള്ള ടേമാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മൾ കൂട്ടാറായിരുന്നു. അപ്പോൾ ഇവിടെ ഡി കുറയ്ക്കുകയാണ് വേണ്ടത്. എത്ര ഡി കുറയ്ക്കേണ്ടി വരും? 10-1 9d കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് പൊസിഷനിലെത്താം. ഫസ്റ്റ് ടേം കിട്ടും.
അപ്പോൾ എക്സ് 10 എത്രയാണ് തന്നത്? 46 ആണ് തന്നത്. അതിൽ നിന്നും 9D കുറയ്ക്കണം. 9 × D എത്രയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്? 5 അല്ലായിരുന്നോ? 11th ടേമിൽ നിന്ന് 10th ടേം കുറച്ചപ്പോൾ 5. അപ്പോൾ 9 × 5 ആണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യണം. 46 മൈനസ് 9 × 5, 9 × D 45 അല്ലേ വരുന്നത്. അപ്പോൾ 46 മൈനസ് 45 ഈക്വൽ ടു 1. 1 ആണ് ഫസ്റ്റ് ടേം വരിക. സെക്കൻഡ് ടേം 5ഉം കൂടെ കൂട്ടിയാൽ 6 വരും. പിന്നെ 5 കൂട്ടിയാൽ 11, 16, 21 അങ്ങനെ പോകും. അങ്ങനെയാണ് 10th ടേം 46ഉം 11th ടേം 51 ഒക്കെ ആയത്. ഇനിയിപ്പം അതേപോലെ മൂന്നാമത്തെ 5 ടേംസ് എഴുതാൻ പറഞ്ഞിട്ട് ഫസ്റ്റ് എ ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ടേം എഴുതാൻ. ഫസ്റ്റ് ടേം 1 നമുക്ക് കിട്ടി. സ്റ്റെപ്സ് ഒക്കെ എഴുതണം കേട്ടോ. ബി 5 ടേംസ് എഴുതാൻ. അപ്പോൾ ഫസ്റ്റ് ടേം 1 കിട്ടിക്കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസും കിട്ടിക്കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് 5 അല്ലേ. അപ്പോൾ നെക്സ്റ്റ് 5 ടേംസ് എഴുതാൻ നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. 5 കൂട്ടി പോയാൽ മതി. 16, 21 5 ടേംസായി. ഫസ്റ്റ് 5 ടേംസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസറായി. ഇതേപോലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് എഴുതിയിട്ട് സെൻഡ് ചെയ്യുക. ഇനി നമുക്ക് അടുത്തടുത്ത ടേം തന്നിട്ടില്ലെങ്കിൽ എങ്ങനെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ടേം ഡിഫറൻസ് ബൈ അടുത്തടുത്ത ടേം തന്നാൽ തൊട്ട് മുന്നേയുള്ള ടേം കുറച്ചാൽ മതി. അടുത്തടുത്ത ടേം തന്നിട്ടില്ലെങ്കിൽ ഏതെങ്കിലും 2 ടേം തന്നാലും നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. അങ്ങനെയാണ് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് കാണാം, പിന്നെ പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അപ്പോൾ അതെങ്ങനെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്യാം. ബാക്കി ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് ചെയ്യണം. ഇവിടെ നോക്കാം. The third term of an arithmetic sequence is 15 and 8th term is 35. തേർഡ് ടേമും തന്നിട്ടുണ്ട്, 8th ടേമും തന്നിട്ടുണ്ട്. 13th ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 13th ടേം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താ? x13 ഈക്വൽ ടു ഏത് ടേമാണ് തന്നത്? തേർഡ് ടേം തന്നിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ 8th ടേം ഏതെങ്കിലും ഒരു ടേം എടുക്കുക. തേർഡ് ടേം ആണെങ്കിൽ x3 പ്ലസ് എത്ര d ആഡ് ചെയ്യേണ്ടി വരും? 13 മൈനസ് 3 10D ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കിവിടെ D അറിയില്ല. തേർഡ് ടേം അറിയാം, D അറിയില്ല. അപ്പോൾ D കണ്ടുപിടിക്കാൻ നമുക്കിവിടെ അടുത്തടുത്ത ടേംസ് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട രണ്ടാമത്തെ ഇക്വേഷനാണ് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇവിടെ ഏതൊക്കെ ടേമാണ് തന്നിട്ടുള്ളത്? തേർഡ് ടേമും 8th ടേമും. അപ്പോൾ 8th ടേമിൽ നിന്ന് തേർഡ് ടേം കുറയ്ക്കണം. 8th ടേം 35 ആണ്. 35. തേർഡ് ടേം 15 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പൊസിഷൻ എന്താണ്? 8th പൊസിഷനിലും തേർഡ് പൊസിഷനിലുള്ളത് ടേംസ്. അപ്പോൾ 8 മൈനസ് 3. 35 ഉള്ളത് 8th പൊസിഷനിലാണ്. 8th ടേം അല്ലേ 35. അപ്പോൾ 8th പൊസിഷനിലാണ് 35 ഉള്ളത്. അപ്പോൾ 15ൻ്റെ പൊസിഷൻ എന്താ? തേർഡ് ടേം ആണ് 15. അപ്പോൾ 15ൻ്റെ പൊസിഷന് 3 ആണ്. അപ്പോൾ 15ൻ്റെ പൊസിഷൻ എഴുതി. പൊസിഷൻ ഡിഫറൻസ് ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും? 35 മൈനസ് 15 20 വരും. 20/5. 20/5 എത്രയാ? 20/5 ഈക്വൽ ടു 4 ആണ് ഇവിടെ കോമൺ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ D4 എന്ന് കിട്ടി. ഇനി സിമ്പിൾ അല്ലേ. അടുത്ത സ്റ്റെപ്പിൽ A എന്ന് എഴുതുക. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. ഇനി A എന്ന് എഴുതുക. ക്വസ്റ്റ്യന് x13 കണ്ടുപിടിക്കാനല്ലേ. 13th ടേം എന്ന് പറയുമ്പോൾ x13. അപ്പോൾ x3 പ്ലസ് 10D ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ x3 എന്ന് പറയുന്നത് 15 ആണ്. 15ൻ്റെ കൂടെ 10Dയും കൂടെ കൂട്ടിയാൽ നമുക്ക് 13th പൊസിഷനിലെത്താം. അപ്പോൾ 10D എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചത് 4 ആയിരുന്നു. അപ്പോൾ 10 ഇൻറ്റു 4 15 പ്ലസ് 10 ഇൻറ്റു 4 40. 55 ആണ് 13th ടേം വരിക.
ഇവിടെ നമ്മൾ നേരത്തെ 25/5 20/5 അല്ലായിരുന്നു ചെയ്തത്, ഡിഫറൻസ് 4 ആയിരുന്നു. ഈ പ്രോബ്ലത്തിൽ മിസ്റ്റേക്ക് ഉണ്ടോ ഡൗട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടോ ഡൗട്ടുണ്ട്. 8th ടേം 35 വരുമോ എന്നുള്ളത് അറിയില്ല. 7th ടേം അല്ല 35 വരാം. ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾ ഇതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഫസ്റ്റ് ടേമാണ് കണ്ടുപിടിക്കണമെങ്കിൽ തന്ന ടേമിൽ നിന്നും അത്രയും ഡി കുറയ്ക്കേണ്ടി വരും. ഇപ്പോൾ 5th ടേം 21 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ 5th ടേമിൽ നിന്ന് ഫസ്റ്റ് ടേമിലോട്ട് എത്തണമെങ്കിൽ 4D കുറയ്ക്കേണ്ടി വരും. 5th നിന്ന് ഫസ്റ്റിലെത്തണം, അപ്പോൾ 4D കുറയ്ക്കേണ്ടി വരും. അപ്പോൾ ഡി ആദ്യം കണ്ടുപിടിക്കുക, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട്. ഇതേപോലെ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഇക്വേഷൻസ് ഒക്കെ കേട്ടോ. nth ടേം കണ്ടുപിടിക്കാം, ഫസ്റ്റ് ടേമിനോട് n-1D കൂട്ടിയാൽ മതി. ഇനി ഏതെങ്കിലും ഒരു ടേമാണ് ഫസ്റ്റ് ടേം തന്നിട്ടില്ലെങ്കിലും ആ പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് കാണാം, എന്നിട്ട് അത്രയും ഡി കൂട്ടിയാൽ മതി. കോമൺ ഡിഫറൻസ് അടുത്തടുത്ത ടേം തന്നാൽ തൊട്ട് മുന്നേ ഉള്ള ടേം കുറച്ചിട്ട് നമുക്ക് കോമൺ ഡിഫറൻസ് കാണാം. ഇനി അത് തന്നിട്ടില്ലെങ്കിൽ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, nth ടേമും kth ടേമും തന്നിട്ടുണ്ടെങ്കിൽ അത് തമ്മിലുള്ള ഡിഫറൻസ് ബൈ അതിൻ്റെ പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. 2 ഇക്വേഷനാണ്. ഇനി ഫസ്റ്റ് ടേമും തേർഡ് ടേമും തന്നിട്ടുണ്ടെങ്കിൽ മിഡിൽ ടേം കാണാൻ 2 ടേമും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് സെൻറ്ററിലുള്ള ടേം കിട്ടും, മിഡിലുള്ള ടേം കിട്ടും. ഇത്രയും ഇക്വേഷൻസ് ഒക്കെ എഴുതി ഒട്ടിക്കുക. ഈ ടാസ്കും കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.